ഞാൻ ജെൻസിയൊക്കെ എതിരൊന്നുമില്ല. ജെൻസി ഒരു പുതിയ ഭാഷാക്രമം കൊണ്ടുവന്നിരിക്കുന്നു, ഒരു പുതിയ ഭാഷാ സംവേദന സമ്പ്രദായം വന്നിരിക്കുന്നു. ചെറുപ്പക്കാരൻ ആയിട്ട് ഭാവിക്കുന്നു എന്ന് പറഞ്ഞില്ല, അതുപോലെ ചെറുപ്പക്കാരനായാൽ മതി, അപ്പോൾ ആ പ്രശ്നമില്ല. സാമൂഹ്യ മാധ്യമങ്ങളിലെ ഭാഷ, അറപ്പുളവാക്കുന്ന ഭാഷ, കുട്ടികൾക്കൊക്കെ മനസ്സിലാകുന്ന ജെൻസി ഭാഷ, സിറ്റുവേഷൻഷിപ്പ് ഉണ്ട്, ഗോസ്റ്റിംഗ് ഉണ്ട്, അല്ലെ ബെഞ്ചിങ് ഉണ്ട്, ചില സോംബിങ് ഉണ്ട്. മാധ്യമങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്നത് രണ്ട് തരത്തിലുള്ള മാധ്യമങ്ങളുണ്ട്. എഡിറ്റഡ് മാധ്യമങ്ങളുണ്ട്, അൺഎഡിറ്റഡ് മാധ്യമങ്ങളുണ്ട്. പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഉണ്ട്. അതുവഴിയെല്ലാം വരുന്നത് ഒരു തരത്തിലുള്ള ഒരു സിസ്റ്റവും ഇല്ലാതെ ആർക്കും എന്തും പറയാം. സിംഗിൾ ടിക്ക് ഡബിൾ ടിക്ക് ആവുന്നതും ഡബിൾ ടിക്ക് ബ്ലൂ ടിക്ക് ആവുന്നതും നോക്കിയിരിക്കാൻ എനിക്ക് വയ്യ. ഇത് പുതിയ ഭാഷയാണ്. ആത്മവിശ്വാസമുള്ള ഒരു തലമുറ തന്നെയാണ്. അവരുടെ ഭാഷയെക്കുറിച്ച് അവർക്ക് നല്ല ബോധ്യമുണ്ട്. പലപ്പോഴും പല രക്ഷകർത്താക്കളും പറയുന്നത് എൻ്റെ മകനോ മകളോ അവരുടെ കൂട്ടുകാരികളോ കൂട്ടുകാരനോവുമായി സംവദിക്കുന്നത് അല്ലെങ്കിൽ ഫോണിൽ വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. ലോകമെമ്പാടുമുള്ള മലയാളികൾക്കായി അമൃത സർവകലാശാല ഒരു ലോകം ഒരു ഹൃദയം എന്ന പേരിൽ ഒരുക്കിയ മത്സരങ്ങളുടെ ഗ്രാൻഡ് ഫിനാലെയാണ് ഇന്നിവിടെ നടക്കുന്നത്. വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ട് തന്നെ ഏറെ ശ്രദ്ധേയമായി മാറിയ പരിപാടിയുടെ ഭാഗമായിട്ടാണ് മാധ്യമരംഗത്തെ പ്രമുഖരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മീഡിയ കോൺക്ലേവ് ഇന്നിവിടെ സംഘടിപ്പിക്കുന്നത്. നമ്മുടെ അമ്മ മലയാളം, അതിൻ്റെ സംസ്കൃതി യുവതലമുറയിൽ എത്രത്തോളം ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് എന്നത് പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് ജെൻസിയുടെ കേരളം, ഭാഷ, ചരിത്രം, സംസ്കാരം, മാധ്യമങ്ങളുടെ പങ്ക് എന്ന വിഷയത്തിൽ. കാലിക പ്രസക്തിയുള്ള ഈ ഒരു വിഷയത്തിൽ ആഴത്തിലുള്ള ചർച്ച നടത്താൻ അതിന് പ്രാപ്തരായ, അറിവും അനുഭവ പരിചയമുള്ള, നമുക്ക് ഏവർക്കും സുപരിചിതരായ മാധ്യമരംഗത്തെ തലമുതിർന്ന വ്യക്തിത്വങ്ങൾ തന്നെയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ ഒരു ചർച്ച നിയന്ത്രിക്കുന്നത് പണ്ഡിതനും എഴുത്തുകാരനും തത്വചിന്തകനുമായ ഡോക്ടർ KS രാധാകൃഷ്ണൻ സാറാണ്. സാറിനെ ഏറെ ബഹുമാനപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഹൃദ്യമായ നമസ്കാരം. നിങ്ങൾക്ക് വലിയ ഭാഗ്യമുണ്ട്. ഇന്നിവിടെ നിങ്ങളോട് സംവദിക്കാൻ എത്തിയിട്ടുള്ളവരെല്ലാവരും ദീർഘകാലം മാധ്യമരംഗത്ത് പ്രവർത്തിച്ച് പരിചയമുള്ളവരാണ്. പ്രിൻ്റ് മീഡിയയിൽ തുടങ്ങി അവിടെ നിങ്ങോട്ട് മാറി ദൃശ്യമാധ്യമങ്ങളിൽ വന്ന് അച്ചടി മാധ്യമങ്ങളിൽ നിന്നും ദൃശ്യമാധ്യമങ്ങളിലേക്കുള്ള മാറ്റം അനായാസം നിർവഹിച്ചവരാണ് അവർ. ഇന്ന് അമ്മയുടെ കടലോളം വരുന്ന അല്ലെങ്കിൽ കടലാഴത്തോളം വരുന്ന കാരുണ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ക്യാമ്പസിൽ വരാനും എൻ്റെ പഴയകാല സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമായിട്ടുള്ളവരോട് സംവദിക്കാനും എനിക്കൊരവസരം നൽകിയതിനെ ഞാൻ അമൃത സർവകലാശാലയോട് നന്ദി ആദ്യമേ തന്നെ പ്രകടിപ്പിക്കട്ടെ. ഇപ്പോൾ പൊതുവെ കേൾക്കുന്നൊരു കാര്യം ഞാൻ ജെൻസിയൊക്കെ എതിരൊന്നുമില്ല. ജെൻസി ഒരു പുതിയ ഭാഷാക്രമം കൊണ്ടുവന്നിരിക്കുന്നു, ഒരു പുതിയ ഭാഷാ സംവേദന സമ്പ്രദായം വന്നിരിക്കുന്നു. ആ സംവേദന സമ്പ്രദായത്തിനെ അടിപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ സാമൂഹിക മാധ്യമങ്ങൾ മാത്രമല്ല മറ്റ് മാധ്യമങ്ങളും ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്നാണ് ഒരു പൊതുവേ ഉള്ള നിരീക്ഷണം. ഈ നിരീക്ഷണത്തോടാണ് ഇവരെല്ലാവരും പ്രതികരിക്കുന്നത്. ആദ്യം തന്നെ ഈ നിരീക്ഷണത്തോട് ദീർഘകാലം മലയാള മനോരമ എന്ന അച്ചടി മാധ്യമത്തിൻ്റെ സാരഥ്യം വഹിക്കുകയും പിന്നീട് അവരുടെ ദൃശ്യമാധ്യമത്തിലെത്തുകയും ഇപ്പോഴും ചെറുപ്പക്കാരനായിരുന്നുകൊണ്ട് അതിൻ്റെ എൻ്റെ പ്രായമുണ്ട് കേട്ടോ, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക്, ചെറുപ്പക്കാരനായിരുന്നുകൊണ്ട് അത് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ ജോണി ലൂക്കോസാണ് ആദ്യം നമ്മളോട് സംസാരിക്കുക. നമ്മളുടെ ഒരു വിചാരം അല്ലെങ്കിൽ നമ്മുടെ ഒരു വിലയിരുത്തലല്ലേ. ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ ചെറുപ്പക്കാരൻ ആയിട്ട് ഭാവിക്കുന്നു എന്ന് പറഞ്ഞില്ല, അതുപോലെ ചെറുപ്പക്കാരനായാൽ മതി, അപ്പോൾ ആ പ്രശ്നമില്ല. അത് ഭാവിക്കുമ്പോഴാണ് ഈ പ്രശ്നം. അപ്പോൾ ഓരോ കാലത്തും അതിൻ്റെ ഒരു ഭാഷയാണ് ഉണ്ടാവുക. നമ്മുടെ കാലത്തിനനുസരിച്ച് നമ്മുടെ ജീവിതവും ചിന്തയും എല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഭാഷയിലും മാറ്റം വരും. നമുക്കതിലൊന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മളുടെ കുട്ടിക്കാലത്ത് ഞാനൊരു അച്ഛൻ ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് അവർക്ക് എന്താണ് ആ കുട്ടിക്കാലത്തെക്കുറിച്ചിട്ട് തോന്നുക എന്നതിനെക്കുറിച്ച് എനിക്കൊരു സങ്കല്പമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ
അവർക്ക് തന്നെ അപരിചിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് അവർ വളരുന്നത്. മാതാപിതാക്കൾക്കാണെങ്കിൽ അത് അതിനേക്കാൾ അപരിചിതമാണ്, വളരെ അപരിചിതമാണ്. അപ്പം നമ്മൾ അതിലൂടെ കടന്നു പോകുന്നതാണല്ലോ. ഞാനും നിന്നെ ഈ പ്രായമൊക്കെ കടന്നു പോകുന്നതാണെന്ന് നമ്മൾ പറയും. പക്ഷേ ഞാനും എൻ്റെ മകനും തമ്മിൽ എനിക്ക് തോന്നുന്നു ഒരു തലമുറയുടെ വ്യത്യാസമൊന്നും അല്ല ഉള്ളത്. നേരത്തെയൊക്കെ അത് എൻ്റെ അച്ഛനും ഞാനും തമ്മിൽ ഒരു തലമുറയുടെ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഞാനും എൻ്റെ മകനും തമ്മിൽ 2-3 തലമുറയുടെ വ്യത്യാസമുണ്ട്. അത്രയും മാറ്റം വരുമ്പോൾ ഈ പറഞ്ഞ ഭാഷയൊന്നും നമ്മൾ പറയുന്നിടത്ത് നിൽക്കണം എന്നുള്ള വാശിയൊന്നും കൊണ്ട് ഒരു കാര്യവുമില്ല. ഇപ്പോൾ മാധ്യമങ്ങളുടെ എന്താണ് സ്വാധീനത എന്ന് പറഞ്ഞാൽ, നേരത്തെ നമുക്ക് മാധ്യമങ്ങൾ സ്വാധീനിക്കുന്നുണ്ടായിരുന്നു. അതിനപ്പുറത്ത് അവരുടെ ജീവിതത്തിൽ നിന്ന് അവർക്ക് തന്നെ കിട്ടുന്ന ചില മൂല്യങ്ങളുണ്ടായിരുന്നു. നമ്മൾ പഠനം എന്ന് പറയത്തില്ലേ, അതിനൊക്കെ അപ്പുറത്ത് നമുക്ക് പറ്റിപ്പിടിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ പറ്റിപ്പിടിക്കുന്ന കാര്യങ്ങളായിരുന്നു നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുന്നത്. ഇപ്പോൾ ആ പറ്റിപ്പിടിക്കുന്ന കാര്യങ്ങളിലൊക്കെ വലിയ മാറ്റം വന്നു. അപ്പോൾ അവർക്ക് അങ്ങനെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന, പേരൻസിൽ നിന്ന് കിട്ടുന്നത്, കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന അതിൻ്റെ മൂല്യം അല്ലെങ്കിൽ അതിൻ്റെ സ്വാധീനത കുറഞ്ഞു. കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടുന്നത് കുറഞ്ഞു. അതുപോലെ തന്നെയാണ് അവർക്ക് സ്വന്തം റിലീജിയനിൽ നിന്നോ സൊസൈറ്റിയിൽ നിന്നോ കിട്ടുന്നതൊക്കെ കുറഞ്ഞിട്ട് അവർക്കിപ്പോൾ നമ്മൾ ടെക് ക്യാപിറ്റലിസം എന്നൊക്കെ പറയുന്ന സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന ആ മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്നതാണ് അവരുടെ ഏറ്റവും വലിയ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ മെയിൻ സ്ട്രീം മീഡിയ എന്നൊക്കെ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം മെയിൻ അല്ല. അവർക്ക് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയാണ്. അവർക്ക് പറയാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതിൽ നിന്ന് കിട്ടുന്ന ഭാഷയാണ്. അപ്പോൾ അതിലെ ഒരു ലോക ഭാഷയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അതാണ് ലോക ഭാഷ. അത് മലയാളം എന്ന് പറയുന്നതൊക്കെ ചിലപ്പോൾ ഒരു അതിർവരമ്പായിട്ട് മാറാം. യേശുദാസോ എസ് ജാനകിയോ ആയിരിക്കണമെന്നില്ല അവരുടെ വിഗ്രഹങ്ങൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിഗ്രഹങ്ങളായിട്ട് കൊണ്ടു നടന്ന ആളുകളാണ്. അവരുടെ വിഗ്രഹങ്ങളും നമ്മൾ കാണുന്നത് മലയാള ഭാഷയിൽ ഏറ്റവും മനോഹരമായി പാടിയ ആളുകൾ എന്നുള്ള നിലയിലാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം കൊറിയൻ ഡ്രാമ ആയിരിക്കും അവരുടെ ഏറ്റവും വലിയ വിഗ്രഹം. അങ്ങനെയാണെങ്കിൽ ആ കൊറിയൻ ഭാഷ അവരുടെ മാതൃഭാഷയായിട്ട് തന്നെ അവർക്ക് തോന്നും. നമ്മളീ പറയുന്നത് പോലെ അതിന് അതിർവരമ്പ് വെക്കാനൊന്നും കഴിയില്ല. അങ്ങനെ നോക്കിയാൽ നമ്മൾ മലിനപ്പെട്ടു എന്ന് പറയാനൊക്കില്ല. വലിയൊരു മാറ്റത്തിലൂടെയാണ് ഭാഷ കടന്നു പോകുന്നത് എന്ന് പറയാം. അത് മലിനപ്പെടുത്തൽ എന്ന് നമ്മൾ പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞത് ഭാഷ മലിനപ്പെട്ടു എന്നോ അല്ലെങ്കിൽ ഭാഷയിൽ വരുന്ന മാറ്റങ്ങളൊക്കെ ഏത് തരത്തിലുള്ള മാറ്റം സമൂഹത്തിലുണ്ടാക്കിയാലും അതൊക്കെ സ്വാഭാവികമായിട്ട് വന്നു ചേരുന്നതാണ്. ആ രീതിയിൽ അതിനെ കാണണം എന്നാണ്. അടുത്തത് ഇതിനോട് പ്രതികരിക്കാൻ പോകുന്ന പ്രദീപാണെങ്കിൽ മലയാള മനോരമയിൽ തുടങ്ങി ഇന്ത്യൻ എക്സ്പ്രസ്സിൽ പോയി, അവിടെ നിന്ന് ടൈംസ് നൗവിലെത്തി, പിന്നീട് ഇപ്പോൾ ജനം ടി വിയിൽ എത്തി നിൽക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. ഇതുമൊക്കെ ഒരു പുതിയ കാലത്തിൻ്റെ തന്നെ സൃഷ്ടിയാണ്. ഈ ജനറേഷൻ ഇപ്പോൾ ചെയ്യുന്ന രീതിയിൽ തൻ്റെ തൊഴിലിടങ്ങളിൽ വർക്ക് ചെയ്ത് പരിചയമുള്ള ഒരാൾ എന്ന നിലക്ക് പ്രദീപിനെ ഈ കാര്യത്തിൽ എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഭാഷ എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തെ സ്വാധീനിക്കുന്നത്, അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പ്രദീപിൻ്റെ അഭിപ്രായം നമുക്ക് കേൾക്കാം. ജെൻ സിയുടെ ഭാഷയെക്കുറിച്ചും ചരിത്ര ബോധത്തെക്കുറിച്ചും നമ്മൾ വ്യാകുലപ്പെട്ടിട്ട് കാര്യമുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഇത് ജോണി പറഞ്ഞിടത്തോട് ഞാൻ യോജിക്കുന്നു. നമ്മുടെ ഈ ജെൻസി എന്ന് പറയുന്നത്, എൻ്റെ വീട്ടിൽ 2 ജെൻസി ഉണ്ട്. അപ്പോൾ അവരോട് എടാ അച്ഛൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്നൊക്കെ 2-3 പ്രാവശ്യം പറഞ്ഞാൽ ഒരു 2-3 മിനിറ്റ് ടി വി വെച്ചാലായി, ഇല്ലെങ്കിലായി. അവരെ സംബന്ധിച്ച് ജോണി പറഞ്ഞ പോലെ ഇതൊരു മാധ്യമമേ അല്ല ടെലിവിഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പത്രം എന്ന് പറയും. പത്രം തുറക്കാറില്ല. വളരെ സത്യസന്ധമായിട്ട് പറയണം, നോ ക്യാപ്പ്. ഈ നോ ക്യാപ്പ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. അറിയാവുന്നവരുണ്ടെങ്കിൽ പിന്നെ പറയണം. ഈ ഇരിക്കുന്ന അങ്കിൾമാർക്കൊന്നും അറിയത്തില്ല. പത്രം അവർ തുറക്കാറില്ല. പഴയ ഓർമ്മയ്ക്കായിട്ട് മനോരമ എപ്പോഴും വരുത്തുന്നുണ്ട്, പുതിയ ഓർമ്മയ്ക്കായിട്ട് ടൈംസ് ഓഫ് ഇന്ത്യയും വരുത്തുന്നുണ്ട്. അത് ഞാനും വൈഫും നോക്കും. 2, സാമൂഹ്യ മാധ്യമങ്ങളിലെ ഭാഷ, അറപ്പുളവാക്കുന്ന ഭാഷ. ആ ഭാഷ സാറ് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്കാരത്തിൻ്റെ, വ്യക്തിത്വത്തിൻ്റെ, അല്ലെങ്കിൽ വ്യക്തിപരമായ പെർവേർഷൻ്റെ, അല്ലെങ്കിൽ ചില കാര്യങ്ങളിലുള്ള ദാരിദ്ര്യത്തിൻ്റെ, അതല്ലെങ്കിൽ നേർക്കുനേർ നിന്ന് പോരാടാൻ കെൽപ്പില്ലാത്ത ഭീരുത്വത്തിൻ്റെ, ചില അപകർഷതാബോധങ്ങളുടെയൊക്കെ പ്രതിഫലനമാണ് ഒളിഞ്ഞും തെളിഞ്ഞും വരുന്ന സാമൂഹിക മാധ്യമങ്ങളിലുള്ള ഭാഷാ വിസർജനം എന്ന് പറയുന്നത്. വൺസ് അഗെയിൻ അതുപോലും അവരേറെയും പയറ്റുന്നത് ഫേസ്ബുക്കിലും ഒരു പരിധിവരെ അതിൻ്റെ എക്സ്റ്റൻഷനായ ത്രെഡിലും മറ്റുമൊക്കെയാണ്. ഭാഗ്യം എന്ന് പറയാം,
ഈ ജെൻസി വല്ല ട്രോളായിട്ടും മറ്റും ഇത് കാണുന്നുണ്ടെങ്കിലേ ഉള്ളൂ. ഒരു തരത്തിലും അവരെ ഇത് സ്വാധീനിക്കുന്നില്ല. അവർ ബോധേഡ് അല്ല. ഒരു പക്ഷേ ജോണി പറഞ്ഞ പോലെ ഈ ഒരു തലമുറയ്ക്കകത്തുള്ള 2 തലമുറ അങ്ങ് പോകുന്നതോടുകൂടി ഒരു പക്ഷേ അതും അപ്രത്യക്ഷമാകാം. പക്ഷേ അതിനർത്ഥം എല്ലാം ശുഭം എന്നല്ല. നമ്മൾ വളരെ പെട്ടെന്ന് ഇപ്പം കുട്ടികൾക്കൊക്കെ മനസ്സിലാകുന്ന ജെൻസി ഭാഷ സിറ്റുവേഷൻഷിപ്പ് ഉണ്ട്, ഗോസ്റ്റിംഗ് ഉണ്ട്, അല്ലെ ബെഞ്ചിങ് ഉണ്ട്, മറന്നുപോകുന്ന ചില സോംബിയിങ് ഉണ്ട്. ഇതൊക്കെ പറഞ്ഞ് ഞാൻ ഇവരെ ഒന്നും പേടിപ്പിക്കുന്നില്ല. സാറിനോട് മാത്രം പറയാം, ഈ സിറ്റുവേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സൗകര്യം അനുസരിച്ചിട്ടൊരു പ്രണയം എല്ലാം പോലെയൊക്കെ തന്നെ. പക്ഷെ പ്രത്യേകിച്ച് ഒരു കമ്മിറ്റ്മെൻറ്റോ വേറെ പ്രശ്നങ്ങളോ മറ്റേ ഇയാളുടെ പോലെ കേസൊന്നും വരത്തില്ല. ഒരു വിഷയമല്ല. അപ്പോഴത്തെ സൗകര്യത്തിനനുസരിച്ച് വളരെ കൃത്യമായ എല്ലാ തരത്തിലുമുള്ള റൊമാൻസ്. പക്ഷെ പരാതിയില്ല, പരിഭവമില്ല, കേസും കൊടുക്കില്ല, ഒന്നുമില്ല. ഞങ്ങൾ പഠിക്കുന്ന കാലത്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ പേരുണ്ടായിരുന്നോ? കടലോരത്തൂടെ നടക്കൂലായിരുന്നോ? താടി വളർത്തി? ഇല്ലില്ല, അങ്ങനെയൊന്നുമല്ല. ഇത് എത്ര എണ്ണത്തിനെ കണ്ടിരിക്കുന്നു. എനിവേ, പക്ഷേ ഇതിലൊരു ഒരു ഒരു ഗുണവും ഒരു ദോഷമുണ്ട്. ഇടയ്ക്കുണ്ടായിരുന്ന ഒരു തലമുറ എനിക്ക് തോന്നുന്നു ആത്മധൈര്യമില്ലാത്ത പെട്ടെന്ന് ചെറിയ തിരിച്ചടി വരുമ്പോൾ ആത്മഹത്യയിലേക്ക് പോലും പോകുന്ന ഒരു തലമുറ. പക്ഷെ പുതിയ തലമുറ പ്രാക്ടിക്കലാവുന്നു, ഓവർ പ്രാക്ടിക്കലാവുന്നു. അവരെത്ര പക്ഷേ ഒരു അപകടകരമായൊരു സംഗതി ഉള്ളത്, അറ്റാച്ച്മെൻ്റ് എന്നുള്ളൊരു സാധനം ഇല്ല. അതിന് 2 വശമുണ്ടെന്ന് തോന്നുന്നു സാർ. ഒന്ന്, പേരൻസ് വളർന്നില്ല, അല്ലെങ്കിൽ അവർ വലുതായില്ല, അല്ലെങ്കിൽ അവർ കാലത്തിനൊത്ത് മാറിയില്ല. ഞാൻ ജനറലി കാണുന്ന ഒബ്സർവേഷൻ പറയുന്നതാണ്. അവിടെയാണ് റിവോൾട്ട് ഉണ്ടാകുന്നത്. കൊച്ചൊരു ഷോർട്ട്സ് ഇട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ, ഒരു മോളിൽ പോയി കഴിഞ്ഞാൽ, 3-4 പേര് ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ അവിടെ ഭൂകമ്പം ഉണ്ടാവേണ്ട കാര്യമില്ല. ഇനി വല്ലതും നടക്കാനുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ഭൂലോകത്തുള്ള ഒരാൾ അറിയത്തുമില്ല. അപ്പോൾ കൊച്ചിനൊത്ത് വളർന്നു കഴിഞ്ഞ് കൊച്ചിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ കൊച്ചു കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കൊച്ചു കൈവിട്ട് പോകുന്നില്ല. അമ്മ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അച്ഛനോട് രഹസ്യമായിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ അച്ഛന് പ്രശ്നമുള്ളൊരു കാര്യമാണെങ്കിൽ അമ്മയോട് രഹസ്യമായിട്ട് പറഞ്ഞിട്ടോ കുഞ്ഞ് പോകും. പക്ഷെ നമുക്കറിയാം പോയാൽ ഏതുവരെ പോകുമെന്നും പ്രശ്നം ഉണ്ടാക്കരുത്, വെള്ളത്തിൻ്റെ അറ്റം വരെ പൊക്കം എടുത്ത് ചാടരുതെന്ന് പറഞ്ഞാൽ ഓക്കെ എന്ന് പറയുകയും മറ്റു കാര്യങ്ങളൊക്കെ അതുപോലെ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പക്ഷേ അതിൽ അപൂർവങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം, ഒരു തലമുറയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇന്നും അറ്റാച്ച്മെൻ്റ് ഉണ്ട് ഈ ലോകത്ത്. പക്ഷേ അവർ AI ജനറേറ്റ് ചെയ്യുന്നത് സത്യമാണെന്നും ചരിത്രത്തിന് വേണ്ടി AI പോകുന്നതും AI ചരിത്രം വളച്ചൊടിക്കാനോ വ്യാജമായി സൃഷ്ടിക്കാനോ വളരെ എളുപ്പമാണെന്ന് തിരിച്ചറിയാതെ, അതും വളരെ ടെക്നിക്കലി അഡ്വാൻസ്ഡ് എന്ന് കരുതുന്ന കുട്ടികൾ പോലും അത് എങ്ങനെയൊക്കെയോ, അല്ലെങ്കിൽ നമുക്ക് സൗകര്യമുള്ളത് വിശ്വസിക്കുന്നതോ അങ്ങനെ ചിലതിലേക്ക് ചെന്നെത്തുന്നു എന്നുള്ളതാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറഞ്ഞു വയ്ക്കാനുള്ളത്. രാജീവ് ദീർഘകാലമായിട്ട്, രാജീവിൻ്റെ ഏറ്റവും നല്ലൊരു ഫീൽഡെന്ന് പറയുന്നത് രാജീവ് പൊളിറ്റിക്കൽ കറസ്പോണ്ടൻ്റാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് നടക്കുന്ന മാറ്റങ്ങളും ചെറിയ ചലനങ്ങൾ പോലും കണ്ടറിയാനും, രാഷ്ട്രീയത്തിൽ ഒരാൾ എന്താണ് പറഞ്ഞത് എന്നുള്ളതല്ല, പറഞ്ഞതിൻ്റെ പിന്നിൽ എന്തുണ്ട് എന്ന് അന്വേഷിക്കാനും ഒക്കെ ദീർഘകാലമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. രാഷ്ട്രീയ വ്യവഹാരത്തിൻ്റെ ഒരു ഭാഷയുണ്ട്. ആ ഭാഷയിൽ കാര്യമായ മാറ്റം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടോ രാജീവേ? രാഷ്ട്രീയ വ്യവഹാരത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ സമൂഹത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത രീതിയിൽ വലിയ രീതിയിലുള്ള വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഭാഷ, ചരിത്രം, സംസ്കാരം, മാധ്യമങ്ങളുടെ പങ്ക്, ഇതിൽ പുതിയ തലമുറയിലുള്ളവർ അറിയേണ്ട ഒരു കാര്യം, മാധ്യമങ്ങളുടെ പങ്ക് എന്നുള്ളത് നമ്മൾ ജനറലായിട്ട് പറയുമ്പോൾ, മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഏത് തരം മാധ്യമങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്നത് 2 തരത്തിലുള്ള മാധ്യമങ്ങളുണ്ട്. എഡിറ്റഡ് മാധ്യമങ്ങളുണ്ട്, അൺഎഡിറ്റഡ് മാധ്യമങ്ങളുണ്ട്. ഇപ്പോൾ ടെലിവിഷൻ ആണെങ്കിലും പത്രമാണെങ്കിലും റേഡിയോ ആണെങ്കിലും ഇതെല്ലാം എഡിറ്റഡ് ആണ്. അതിനകത്തൊരു റെസ്പോൺസിബിളായിട്ടുള്ളൊരു സിസ്റ്റമുണ്ട്, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സുണ്ട്. ആ പലതരത്തിലുള്ള ഫിൽറ്റേഴ്സ് കടന്നാണ് നിങ്ങളുടെ മുന്നിൽ ഈ നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. പക്ഷേ അതല്ലാതെ സോഷ്യൽ മീഡിയ, അതിൻ്റെ തന്നെ പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഉണ്ട്. അതുവഴിയെല്ലാം വരുന്നത് ഒരു തരത്തിലുള്ള ഒരു സിസ്റ്റവും ഇല്ലാതെ ആർക്കും എന്തും പറയാം. ഓക്കെ, അതിനകത്ത് അല്ലെങ്കിൽ അങ്ങേയറ്റം ചെല്ലുമ്പോൾ ചില ബൗണ്ടറീസ് വെച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഒരു അൺലിമിറ്റഡ്, അൺകൺട്രോൾഡ്, ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു നേച്ചർ അതിനകത്തുണ്ട്. ആ തരത്തിലുള്ള മാധ്യമങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമ്മൾ കാണേണ്ടതും, നിലവിലുള്ള ട്രഡീഷണൽ എഡിറ്റഡ് ക്യൂറേറ്റഡ് മാധ്യമങ്ങൾ
ഈ കാര്യങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതും രണ്ടും രണ്ടായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഇരിക്കുന്ന എത്ര കുട്ടികളാണ് എല്ലാ ദിവസവും പത്രം വായിക്കുന്നത്, എല്ലാ ദിവസവും ന്യൂസ് കാണാൻ വേണ്ടി ടെലിവിഷനെയോ അല്ലെങ്കിൽ മറ്റ് അത്തരത്തിലുള്ള ക്യൂറേറ്റഡ് മാധ്യമങ്ങളെ ആശ്രയിക്കുന്ന എത്ര പേരുണ്ട്? വളരെ വളരെ കുറവായിരിക്കും. അതായത് ജേർണലിസം ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർവ്യൂവിന് ടെസ്റ്റ് എഴുതുന്നവർ, ഞങ്ങളുടെ മുന്നിൽ ഇൻ്റർവ്യൂവിന് വന്നിരിക്കുന്നവർ, അല്ലെങ്കിൽ ജേർണലിസം സ്കൂളിൽ പഠിക്കുന്നവർ, അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികളെല്ലാവരും പത്രം വായിക്കുന്നവരോ അല്ലെങ്കിൽ ടെലിവിഷൻ കാണുന്നവരോ അല്ല. അപ്പോൾ അങ്ങനെ വലിയൊരു ഒരു 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 ഗ്യാപ്പുണ്ട്. ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ ചോദിക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ഒരു വിഷയത്തിനെക്കുറിച്ച് ഈ സംസാരിക്കുന്നത് കേൾക്കാൻ പൂർണ്ണമായ മനസ്സോടെ എനിക്കിത് കേട്ടേ പറ്റൂ എന്ന മനസ്സുമായി വന്നിരിക്കുന്നവർ എത്ര പേരുണ്ടാവും ഈ ഹാളിൽ? ഇതിനകത്ത് നല്ലൊരു പങ്കും അങ്ങനെ ആയിരിക്കില്ല. അപ്പം ഇതല്ല, നിങ്ങൾക്ക് സ്വതന്ത്രമായ മറ്റൊരു സമയമുണ്ട് എങ്കിൽ നിങ്ങൾ ക്ലാസ്സിലല്ലാതെയാണെങ്കിൽ നിങ്ങളിതിൻ്റെ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിലോ അതല്ലെങ്കിൽ റെഡിറ്റിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന മറ്റ് സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ നിങ്ങൾ ഇതിനകം 10, 20, 25 വീഡിയോസ് കണ്ടിട്ടുണ്ടാകും. നിങ്ങൾ വാട്സപ്പിൽ കുറേ മെസ്സേജസ് കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ ഫോക്കസ് ചെയ്ത് അറ്റൻഷൻ സ്പാൻ നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് ഇന്നത്തെ പുതിയ തലമുറയുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് മാധ്യമങ്ങൾ മാറുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാധ്യമങ്ങൾ മാറുന്നില്ല. ഈ ജനറേഷൻ ഗ്യാപ്പാണ് എഡിറ്റഡ് മാധ്യമങ്ങളിൽ നിന്ന് പുതിയ തലമുറ വിട്ടുപോകാനുള്ള ഒരു കാര്യം. പക്ഷേ അതിനെ സ്വാധീനിക്കാനും അവരെ പൂർണ്ണമായിട്ടും കളയാൻ മാധ്യമങ്ങൾക്ക് കഴിയുന്നില്ല. അതിനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് പുതിയ കാലത്തിനനുസരിച്ച് കുറേ മാറ്റങ്ങൾ മാധ്യമങ്ങളിലും ഭാഷയിലും ഇത് കൈകാര്യം ചെയ്യുന്ന രീതിയിലും എല്ലാം ഉണ്ടാകുന്നുണ്ട്. ഇനി നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് ശ്രീ PP ജെയിംസാണ്. ഏറ്റവും അപകടം പിടിച്ചൊരു മേഖലയിലാണ് ജെയിംസ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അന്താരാഷ്ട്ര രംഗത്ത് ഉള്ള ഇൻ്റർനാഷണൽ റിലേഷൻസാണ് ജെയിംസിൻ്റെ ഇഷ്ടവിഷയം. ഇൻ്റർനാഷണൽ ഡിപ്ലോമാറ്റിക് ലാംഗ്വേജാണ്. ഡിപ്ലോമാറ്റിക് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് പറയുന്നതെന്ന് അയാൾക്കും അറിയില്ല, നമുക്കും അറിയില്ല, ലോകത്താർക്കും അറിയില്ല. അതാണ് ആ ഡിപ്ലോമാറ്റിക് ലാംഗ്വേജിൻ്റെ ഒരു പ്രത്യേകത. കാരണം ഒന്നും പറയാതെ എല്ലാം പറഞ്ഞു എന്ന ഒരു ധാരണ വരുത്തണം. പക്ഷേ അത് മലയാളികളോട് സംസാരിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ PP ജെയിംസിൻ്റെ ഓഫീസ് പൊട്ടിപ്പോവും. പക്ഷേ എല്ലാ ദിവസവും ഇപ്പോൾ ജെയിംസിന് ഇപ്പോൾ നല്ല കാലമാണ്. കാരണം വെച്ചാൽ അവിടെ ഗ്രീൻലാൻഡ് വരുന്നു, മറ്റേ വെനസ്വേല വരുന്നു, ക്യൂബയിലേക്ക് ഏത് സമയത്തും കടന്നെല്ലാം, ഇറാനിലൊരു റവല്യൂഷൻ പൊട്ടിപ്പുറപ്പെടുന്നു. അങ്ങനെ അദ്ദേഹം വളരെ ഇതായിട്ട് നിൽക്കുകയാണ്. അതെ, ചാനലിലെ ആൾക്കാരെ വേറെ ചാനലിലേക്ക് പിടിച്ചുകൊണ്ട് പോകുന്നു. ഇതൊക്കെ നടക്കുന്നൊരു സന്ദർഭത്തിൽ ഈ ഇൻ്റർനാഷണൽ രംഗത്ത് ഭാഷയ്ക്കുള്ള ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി എന്താണ്? വല്ലാത്ത ചോദ്യമാണ് കേസ് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും ഞാൻ ഇൻ്റർനാഷണലിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഭാഷയെക്കുറിച്ചാണല്ലോ, അതിനെക്കുറിച്ചൊരു ജനറലായിട്ട് പറഞ്ഞിട്ട്, ഈ അടുത്ത കാലത്ത് വളരെ പ്രശസ്തമായൊരു സിനിമയായിരുന്നു, ഈ ജെൻസി വിഭാഗത്തിലൊക്കെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്ത പ്രേമലു എന്നൊരു സിനിമ വന്നു. അപ്പോൾ അതിൽ ഞാൻ ഈ ഡയലോഗ് ശ്രദ്ധിക്കാൻ തുടങ്ങി. കാരണം അതിൽ ന്യൂജൻ ഡയലോഗാണ് അതിനെ വിജയിപ്പിച്ചത്. അപ്പോൾ അതിലൊരു ഡയലോഗ് ഞാൻ പയ്യൻ പറയുന്നത്, വയ്യ, എനിക്ക് വയ്യ, സിംഗിൾ ടിക്ക് ഡബിൾ ടിക്ക് ആവുന്നതും ഡബിൾ ടിക്ക് ബ്ലൂ ടിക്ക് ആവുന്നതും നോക്കിയിരിക്കാൻ എനിക്ക് വയ്യ. ഭയങ്കര കയ്യടിയാണ് തിയേറ്ററുകളിൽ. എന്താ മനസ്സിലായേ? ഇത് പുതിയ ഭാഷയാണ്. ഈ ജെൻസി എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ഒരു കാര്യത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള ഇതുണ്ട്. പഴയ പോലെ ഈ ഡിപ്ലോമാറ്റിക് ഒന്നും അവർ ഇത് ചെയ്യുന്നില്ല. അഴിമതി കാണിക്കുന്ന, ഞങ്ങൾക്ക് കുഴപ്പമുണ്ടാക്കിയിരിക്കുന്ന ആൾക്കാർ ഇറങ്ങിപ്പോണം, വേറെ ഒന്നുമില്ല, ഗോ ഔട്ട്. അവർ ഇറങ്ങുകയാണ്, അതിൻ്റെ ഉള്ളിൽ വെടിയേക്കാൻ തയ്യാറാണ്. ഇറാനിൽ നിന്ന് വെടിയേറ്റ് മരിച്ചവരുടെ സംഖ്യ ഏതാണ്ട് 550 മേലെയായി. 500 കഴിഞ്ഞു, 550 കഴിഞ്ഞു. അതേസമയം അവിടെ വനിതകളുടെ ഒരു വിപ്ലവം നടന്നിട്ട് അവിടെ ഇത് ചെയ്യപ്പെട്ടത് 1 വർഷം കൊണ്ട് 2 വർഷം കൊണ്ട് പോയത് 550 പേരെ. ഇപ്പോൾ തന്നെ 2 ആഴ്ച കൊണ്ട് 550 ആയി. അപ്പോൾ ഈ പ്രക്ഷോഭവും യുദ്ധവും ഒക്കെ നടക്കുന്ന സ്ഥലത്തെ ഭാഷ എന്ന് പറയുന്നത് അത് ഇത്രയും സുഖകരമായ ഭാഷയുടെ ഒരു കാലഘട്ടത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ജെൻസിയെക്കുറിച്ച് പൊതുവേ ഉള്ളൊരു വിലയിരുത്തൽ, ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ പോയ ഒരാളാണ്, 10-70 രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ കണ്ടൊരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ജനറേഷൻ്റെ ഭാഷ വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഞങ്ങൾ 24 എന്ന ന്യൂസ് ചാനൽ തുടങ്ങിയപ്പോൾ ഒരുപാട് പേര് ഞങ്ങളെ കളിയാക്കുന്നു. ട്രഡീഷണൽ ചാനലുകളൊക്കെ കളിയാക്കിയിരുന്നു. കുറേയൊക്കെ കാര്യങ്ങളിൽ അത് ശരിയുണ്ടില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ ഞങ്ങൾ അഡ്രസ്സ് ചെയ്ത ഒരു ഇത്, ഹർഷനും ഞാനൊക്കെ ഒരുമിച്ച് ജോലി ചെയ്തതാണ്. നമുക്ക് അനുകൂലവും പ്രതികൂലമായിട്ടുള്ള സാധനമുണ്ട്. പക്ഷേ എന്ത് ക്ലിക്ക് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജെൻസിയുടെ ഒരു ഭാഷ നമ്മൾ കൊണ്ടുവന്നു. കാരണം നേരത്തെ ഉള്ളൊരു ഭാഷ എന്ന് പറയുന്നത് ദൂരദർശൻ്റെയൊക്കെ കാലം മുതലുള്ള ട്രഡീഷണൽ മീഡിയയുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ബലം പിടിച്ച് വാർത്ത വായിക്കുക,
അങ്ങോട്ട് തിരിയാൻ പാടില്ല, ഇങ്ങോട്ട് തിരിയാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല, നിങ്ങൾ വാർത്ത നമ്മൾ വ്യക്തി എന്ന് പറഞ്ഞൊരു ഫെസിലിറ്റേറ്റർ മാത്രമാണ്. ഇന്ന് ഇത് അവതരിപ്പിക്കുന്ന ആങ്കർ ഇതിലൊരു കഥാപാത്രമാണ്, പാർട്ടിസിപ്പൻ്റാണ് എന്ന് മാത്രമല്ല അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ പുതിയ തലമുറയോടാണ്. അപ്പോൾ അതിൽ വളരെ കാഷ്വലായിട്ടുള്ള വേഷങ്ങളും കാഷ്വലായിട്ടുള്ള സംസാരങ്ങളും. ഞാൻ ഏറ്റവും പഴയ മീഡിയയിൽ നിന്ന് പ്രിൻറ്റ് മീഡിയയിൽ തുടങ്ങിയ ആളാണ്. ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു മീഡിയയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ അതിനനുസരിച്ച് മാറിയില്ലെങ്കിൽ എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ കൊളീഗ്സ് എന്ന് പറയുന്ന ആവറേജ് പ്രായം 23-നും 29-നും ഇടയ്ക്കാണ്. അപ്പോൾ അവർ മിക്കവാറും പേരൊക്കെ ജെൻസിയിൽ പെടുന്ന ആൾക്കാരാണ്. അവരുടെ ലാംഗ്വേജ് എനിക്ക് പഠിച്ചില്ലെങ്കിൽ ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഭാഷ മനസ്സിലാവില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ മോഡറേറ്റർ പറഞ്ഞതിനോട് എനിക്കൊരു വിയോജിപ്പുള്ളത്, ഭാഷ മലീസമാക്കപ്പെടുന്നില്ല, അതിൽ അത് കുറച്ചുകൂടി ആഡ് ഓൺ ചെയ്യപ്പെടുകയാണ്. ഇനി സംസാരിക്കാൻ പോകുന്നത് ഹർഷനാണ്. ഹർഷ, എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഭാഷയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, അതൊക്കെ നല്ല ഇതാണ്. ഇത് ഇപ്പം തന്നെ മലയാളത്തിൽ സംഭവിച്ചിട്ടുള്ളൊരു കാര്യമല്ല. മലയാളത്തിൽ പണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട്, ഭാഷയിൽ വന്ന മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ അങ്ങ് ഈ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ അങ്ങേക്ക് എന്താണ് ഈ ഭാഷയിൽ സംഭവിക്കുന്ന ഇത്തരം മാറ്റങ്ങളെക്കുറിച്ച് അങ്ങയുടെ നിരീക്ഷണം എന്താണ്? ഒരു പുതിയ തലമുറയ്ക്കുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള ചില അങ്കലാപ്പുകൾ, നമ്മുടെ അങ്കലാപ്പുകൾ തീർക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും ഒത്തുകൂടിയിരിക്കുന്നു എന്നുള്ളതല്ലാതെ അവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ പുതിയ ഇവിടെ ഇരിക്കുന്ന ആരെയും സംബന്ധിച്ച് ആ നിലയ്ക്കുള്ള ഒരു അങ്കലാപ്പില്ല. ഞാൻ എൻ്റെ മോൻ ശരിക്ക് ജെൻസിയും കഴിഞ്ഞ് ആൽഫയിലേക്ക് കയറാൻ വരമ്പത്തിരിക്കുമ്പോൾ ജനിച്ച ആളാണ്. അങ്ങനെ എന്താ വെച്ച് കഴിഞ്ഞാൽ 2012 ഡിസംബറിൽ ജനിച്ച ആളാണ്. അപ്പോൾ ഏതാണ്ട് ജനന ആൽഫയിലേക്ക് കിടക്കുന്നതാണ്. ഞങ്ങൾ തമ്മിൽ 36 വർഷത്തെ വ്യത്യാസമുണ്ട്, പ്രായ വ്യത്യാസം. ഞാനും എൻ്റെ അച്ഛനും തമ്മിൽ 36 വർഷത്തിൻ്റെ വ്യത്യാസമുണ്ട്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ അച്ഛനും 36 വർഷത്തെ വ്യത്യാസമുണ്ടെങ്കിലും ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഒരു ഭാഷയായിരുന്നു ഞങ്ങളുടെ, ഒരേ വിഷയമായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത് കുറേ കാലമെങ്കിലും. പക്ഷേ ഞാനും എൻ്റെ മകനും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിന് വേറെ, ഇതിനകത്ത് ഈ 36 വർഷം രണ്ടുപേർക്കും ആയിക്കഴിഞ്ഞപ്പം ഒരു തലമുറ ഇടയ്ക്ക് പോയി. അപ്പോൾ കാരണം ഒരു കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് ഒരു അടുത്ത തലമുറയിലേക്ക് കിടക്കുന്നതെന്നുള്ള ഒരു പ്രശ്നമുള്ളതുകൊണ്ട്. അപ്പോൾ ഞാനിങ്ങോട്ട് വരുന്നതിന് മുമ്പ് ചോദിച്ചു, അവൻ എന്നോട് ചോദിച്ചു അച്ഛൻ എവിടെ പോകുന്നു? ഞാൻ പറഞ്ഞിട്ടാ ഈ ജെൻസിയെക്കുറിച്ച് അവരുടെ സംസ്കാരം, ഭാഷ, സംഗതിയൊക്കെ നമ്മൾ സംസാരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പം ഞാൻ ചോദിച്ചു എന്തു പറ്റി? അവരുടെ കാര്യം കഷ്ടമാണ് കേട്ടോ. നിങ്ങളുടെ എല്ലാം കാര്യം കഷ്ടമാണെന്നാണ് അവൻ പറഞ്ഞു വിട്ടത്. കാരണം ആരാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിയിലാണ് പോകുന്നത്, അപ്പോൾ അവനറിയാം എല്ലാവരും ജെൻസി ആയിരിക്കും. അപ്പോൾ അവരുടെ അടുത്താണ് ഞാൻ വന്നിട്ട് ഈ തത്വം പറയാൻ ഇങ്ങനെ കുറേ പ്രായമായവരിയ്ക്കുന്നതെന്നുള്ള മട്ടിലാണ് അവനതിനെ കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഈ എല്ലാ ഭാഷയും വേണമെങ്കിൽ നേരത്തെ ഇപ്പോൾ രാജീവ് പറഞ്ഞ പോലെ കൊറിയൻ ഭാഷ വേണമെങ്കിൽ കൊറിയൻ ആയിട്ട് തോന്നാം എന്ന് ഇവിടെ പറഞ്ഞല്ലോ ജോൺ ലൂയിസ് സാർ. അപ്പോൾ ചിലപ്പോൾ കൊറിയൻ ഭാഷ സ്വന്തം ഭാഷയായിട്ട് തോന്നാമെന്ന് പറഞ്ഞല്ലോ, അത് തോന്നും. അത് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ എനിക്കൊരു അനുഭവമുണ്ട്. കാരണം അതായത് ഒരു ഫ്രഞ്ച് മ്യൂസീഷ്യനെ അവന് ഇഷ്ടമാണ്, അവൻ മ്യൂസിക്കാണ് കൂടുതൽ താല്പര്യമുള്ള മേഖല. അപ്പോൾ അവൻ പഠിക്കുമ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് ഫ്രഞ്ച് എടുക്കാൻ തീരുമാനിച്ചു. ഞാൻ പോകുന്ന പറഞ്ഞു നീ ഹിന്ദിയോ മലയാളമോ എടുക്ക് എന്ന് പറഞ്ഞു. ഇല്ല പറ്റത്തില്ല, ഫ്രഞ്ച് തന്നെ വേണമെന്ന് പറഞ്ഞു. കഴിഞ്ഞ തവണ വരുമ്പോൾ ഫ്രഞ്ചിന് തോറ്റിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ അവനെ വിളിച്ചിരുത്തിയിട്ട് എടാ നീ ഇതെന്ത് പരിപാടിയാണ്, ഫ്രഞ്ച് ആണെങ്കിൽ എനിക്കോ ഇവിടെ ആർക്കുമോ പറഞ്ഞു തരാൻ ഒരു നിവൃത്തിയില്ല, ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല ഫ്രഞ്ച്, മലയാളമോ ഹിന്ദി ആയിരുന്നു ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു തന്നേനെ. അപ്പോൾ അവൻ പറഞ്ഞത് ഞാനിവിടെ 6 എണ്ണത്തിന് ജയിച്ചിട്ടാണ് വന്നേക്കുന്നത്, അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ, തോറ്റതിനെക്കുറിച്ച് പറയാതെ. അപ്പോൾ ആറ്റിറ്റ്യൂഡിലും എല്ലാം അവർക്ക് ആത്മവിശ്വാസമുണ്ട്. അവർ വേറെ ഒരു അതായത് ആത്മവിശ്വാസമുള്ള ഒരു തലമുറ തന്നെയാണ്. അവരുടെ ഭാഷയെക്കുറിച്ച് അവർക്ക് നല്ല ബോധ്യമുണ്ട്. ഭാഷ മുമ്പ് വല്ലാതെ ചിന്തിക്കാനുള്ളതായിരുന്നു കുറച്ച് കാലം മുമ്പ്. അതായത് എനിക്ക് തോന്നുന്നത് എനിക്കും തൊട്ട് മുമ്പ് ഉള്ള ആളുകളെ സംബന്ധിച്ചത് കൂടുതൽ ഭാഷയിൽ ഒരു പണിയെടുത്തിട്ടുള്ളത് ചിന്തിക്കാനായിട്ടാണ്. പക്ഷേ ഇപ്പോൾ ഭാഷ എന്തിനാണ്? ഭാഷ പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് വളരെ വേഗത്തിൽ അതിദ്രുതം പ്രയോഗിച്ച് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഭാഷ ഇപ്പോൾ കുട്ടികൾ കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ നോക്കി നിന്നാൽ നമുക്കറിയാം. അപ്പം ഞാൻ കഷ്ടപ്പെട്ട് 5 മിനിറ്റ് എടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വിഷയം എൻ്റെ മകൻ അവനൊരു 1 മിനിറ്റ് വേണ്ട ആ വിഷയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്ര വേഗത്തിൽ അവൻ്റെ സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. പിന്നെ ലോകത്തെ എല്ലായിടത്തും വരുന്ന മാറ്റങ്ങൾ ഇവർ അപ്പം അറിയുന്നുണ്ടല്ലോ, എല്ലാ വിഷയങ്ങളും അറിയുന്നുണ്ട്. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലെ തെറിവിളിയെക്കുറിച്ചൊക്കെ പറഞ്ഞു. അത് എപ്പോഴും എല്ലാ കാലത്തും തെറി വിളിക്കുന്നവരുണ്ട്, എല്ലാ കാലത്തും ഈ പ്രണയിക്കുന്നവരുണ്ടെന്ന് പറയുന്നത് പോലെ എല്ലാ കാലത്തും തെറി വിളിക്കുന്നവരുണ്ട്. അവരല്ല പക്ഷേ ഈ ഭാഷയെയോ ഈ സംസ്കാരത്തെയോ മുമ്പോട്ട് കൊണ്ടുപോകുന്നവർ. അത് വേറൊരു ന്യൂനപക്ഷമാണ്. ആ ന്യൂനപക്ഷം ഇവിടെ നിലവിലുണ്ട്.
അവരിപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും അവരിടപെടുന്നത് വേറെ ചില തലത്തിലൊക്കെയാണ് എന്നുള്ള വ്യത്യാസവുമുണ്ട്. ഇപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഒരു ഓഫീസിലൊരു പയ്യൻ സ്ഥിരമായി സോഷ്യൽ മീഡിയയിൽ കുത്തിയിരുന്ന് ഇവനിങ്ങനെ സോഷ്യൽ മീഡിയ ഇങ്ങനെ തെന്നിച്ച് കളിക്കുന്നത് കണ്ടിട്ട് നമ്മൾ പോയി നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ സിസക്കിൻ്റെ പ്രഭാഷണങ്ങളാണ് കേൾക്കുന്നത്. അത് ഇൻസ്റ്റയിൽ തുടർച്ചയായിട്ട് സിസക്കിൻ്റെ പ്രഭാഷണങ്ങൾ പീസായിട്ട് വരും, അതിരുന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് നമ്മൾ എന്ത് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. അത് തിരഞ്ഞെടുക്കാൻ പിള്ളേർക്ക് അറിയാം, അവർക്ക് അത് തിരഞ്ഞെടുക്കാൻ അറിയാമെന്നുള്ളതാണ്. എന്ത് തിരഞ്ഞെടുക്കുന്നു എന്നുള്ള കാര്യം ഒരിക്കലും ഒഴിവാക്കാൻ വയ്യാത്തൊരു മാധ്യമത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് കൃഷ്ണകുമാർ. കാരണം അമൃത ടി വിയിലാണ്. അതിനൊരു പ്രത്യേക സംസ്കാരവും കൂടി അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. സംസ്കാരം നമ്മൾ ലാസ്റ്റ് ചർച്ച ചെയ്യാൻ വെച്ചേക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ആ ഒരു രംഗത്ത് എങ്ങനെയാണ് ഈ ജെൻസികളുടെ ഭാഷ നിങ്ങളതിനെ എങ്ങനെയാണ് എൻകൗണ്ടർ ചെയ്യുന്നത്? ഈ ഭാഷയുടെ കാര്യത്തിൽ എനിക്കൊരു വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ട്. ഇതെല്ലാ കാലത്തും ന്യൂ ജനറേഷൻ്റെ ഭാഗമായി പുതിയ പുതിയ വാക്കുകൾ ഭാഷയിലേക്ക് വരാറുണ്ട്. ഞങ്ങളുടെയൊക്കെ കാലത്തുണ്ടായിരുന്നൊരു വാക്കായിരുന്നു ചെത്തുക എന്ന് പറയുന്നത്. അക്കാലം വരെയും ചെത്ത് എന്ന് പറയുന്നത് തെങ്ങിൽ ചെത്ത് നടത്തി കള്ളെടുക്കുക എന്നുള്ളതായിരുന്നു. അത് പിന്നീട് സ്റ്റൈലായി നടക്കുക എന്ന രീതിയിലേക്ക് ഒരു ഭാഷാ വ്യത്യാസം അതിന് വന്നു. ആ വ്യത്യാസം സിനിമാ പാട്ടുകളിൽ വരെ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ അക്കാലത്തിറങ്ങിയ ഒരു സിനിമയിൽ പാട്ടിതായിരുന്നു: ബാഗി ജീൻസും ഷൂസും അണിഞ്ഞ് ടൗണിൽ ചെത്തി നടക്കാൻ 100cc ബൈക്കും അതിലൊരു പൂജാഭട്ടും വേണം. അപ്പോൾ ഇതിലെ ഓരോ വാക്കും ശ്രദ്ധിച്ചാൽ മതി. അത് അക്കാലത്തെ ന്യൂ ജനറേഷനെ സൂചിപ്പിക്കുന്ന വാക്കുകളായിരുന്നു. ഈ ജെൻസി ഭാഷ പ്രധാനമായും ഇപ്പോൾ ഉപയോഗിക്കുന്നത് രക്ഷകർത്താക്കളും അല്ലെങ്കിൽ വീട്ടിലെ മുതിർന്നവരുടെ ഒരു സാന്നിധ്യത്തിൽ തങ്ങളുടെ അതേ ഏജ് ഗ്രൂപ്പിലുള്ളവരുമായി കൃത്യമായൊരു ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടിയാണ്. ആ ആശയവിനിമയം ഗുണപരമായൊരു കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ തീർച്ചയായും അതിനെ അംഗീകരിക്കണം. പക്ഷേ പലപ്പോഴും രക്ഷകർത്താക്കൾ അറിയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും തങ്ങളുടെ അതേ പ്രായത്തിലുള്ള ആൾക്കാരുമായി ആശയവിനിമയം നടത്തുന്നതിന് ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള കോഡ് വേർഡുകൾ, ഇമോജികൾ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ ആശയവിനിമയം നടത്തുമ്പോൾ അത് ഡ്രഗ്സിൻ്റെ ഉപയോഗം തുടങ്ങി മറ്റു പല മേഖലകളിലേക്കും രക്ഷകർത്താക്കൾ അറിയാതെ പോകുന്ന ആ പോക്കിൽ എങ്ങനെയാണ് കൃത്യമായ ഒരു ആശയവിനിമയം നടത്താൻ കഴിയുക എന്നുള്ളതാണ്. പലപ്പോഴും പല രക്ഷകർത്താക്കളും പറയുന്നത് എൻ്റെ മകനോ മകളോ അവരുടെ കൂട്ടുകാരികളോ കൂട്ടുകാരനോവുമായി സംവദിക്കുന്നത് അല്ലെങ്കിൽ ഫോണിൽ വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഈ ഭാഷയ്ക്ക് നമ്മൾ കുറച്ചുകൂടി മാധ്യമങ്ങൾ ഉൾപ്പെടെ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതിനപ്പുറത്തേക്ക് ഇതിന് കൃത്യമായ ഒരു ചലനവും ഭാഷയിൽ ഉണ്ടാക്കാൻ കഴിയില്ല. ഇത് വരും പോകും. ജെൻസിയെ വിമർശിക്കുന്ന അതേ സ്ഥലത്ത് നമ്മൾ ചെയ്യേണ്ടത് ഒരു കണ്ണാടി സ്ഥാപിക്കുക എന്നുള്ളതാണ്. സമൂഹത്തിന് നേരെ പിടിക്കുന്ന ഒരു കണ്ണാടിയിൽ നിന്നുകൊണ്ട് വേണം ജെൻസിയെ ഏതെങ്കിലും ഘട്ടത്തിൽ വിമർശിക്കാൻ. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ജെൻസികൾക്കുണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചയ്ക്ക് നേരിട്ടോ അല്ലാതെയോ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഉത്തരവാദികൾ നമ്മളും കൂടിയാണ്. ഒരു ചെറിയ ഉദാഹരണം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ സമീപകാലത്ത് അമൃത ടി വി ഒരു പരിപാടി നടത്തിയോ, കളിയിൽ അല്പം കാര്യം എന്നുള്ളതായിരുന്നു പരിപാടിയുടെ പേര്. അപ്പോൾ ആ പരിപാടി കുട്ടികൾക്ക് വേണ്ടി അവരുടെ ക്രിയാത്മകമായ കഴിവുകൾ വളർത്തിക്കൊണ്ടുവരാനും ഈ രീതിയിൽ മൊബൈൽ ഫോണിൽ മുഴുവൻ സമയവും ഇടപെട്ടുകൊണ്ടിരിക്കുന്നവരുടെ ആ സ്വഭാവം മാറ്റിയെടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് ആ പരിപാടി നടത്തിയിരുന്നത്. അപ്പോൾ ആ പരിപാടിയിൽ പല സെഗ്മെൻറ്റുകൾ ഉണ്ടായിരുന്നതിൽ ഒരു സെഗ്മെൻറ്റ് ചെസ്സ് കളി പഠിപ്പിക്കുക എന്നുള്ളതാണ്. ആ ചെസ്സ് കളിക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ഈ കുട്ടികളെ ചെസ്സ് പഠിപ്പിക്കുക, പക്ഷേ ആ ചെസ്സ് പഠിക്കുന്നതിനോടൊപ്പം വൈകുന്നേരമാവുമ്പോൾ ഈ ചെസ്സ് കളിക്കുന്ന കുട്ടികളുടെ കൂടെ വന്ന് രക്ഷകർത്താക്കളിരിക്കണം, അച്ഛൻ അല്ലെങ്കിൽ അമ്മ കൂടെ വന്നിരിക്കണം. എന്നിട്ട് അവർ കുറച്ച് സമയം കുട്ടിയോടൊപ്പം ചെസ്സ് കളിക്കണം. ഒരു ചെസ്സ് കളിയുടെ പേരിലാണെങ്കിലും കുറേ സമയം മാതാപിതാക്കൾക്കും കുട്ടികൾക്കുമൊപ്പം പരസ്പരം സമയം ചെലവിടാനുള്ളൊരു സാഹചര്യം വന്നപ്പോഴാണ് മക്കളെക്കുറിച്ച് പല കാര്യങ്ങളും രക്ഷകർത്താക്കൾ അറിയുന്നതും രക്ഷകർത്താക്കളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പങ്കുവയ്ക്കാനും ആ സ്നേഹം കുറച്ചുകൂടെ അടുത്തറിയാനും ഈ കൂടിച്ചേരൽ ഉണ്ടാക്കിയ പോസിറ്റീവായിട്ടുള്ളൊരു വൈബ്, അത് നേരത്തെ പറഞ്ഞ പല ദുഷിച്ച കൂട്ടുകെട്ടുകളിൽ നിന്നും പല ദുഷിച്ച പ്രവണതകളിൽ നിന്നും അവരെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, നമ്മൾ രക്ഷകർത്താക്കൾ ആദ്യം മാറണം. നമ്മുടെ സമീപനം, നമ്മൾ 24 മണിക്കൂറും ഫോണിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ഫോണിലായാൽ അവർ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. നമ്മളെ കണ്ടു തന്നെയായിരിക്കും അവർ പഠിക്കുക. അതോടൊപ്പം തന്നെയാണ് അധ്യാപകരാണെങ്കിലും മറ്റു പൊതുസമൂഹമാണെങ്കിലും ആ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം സ്വാഭാവികമായും ഏത് ന്യൂ ജനറേഷനെയും സ്വാധീനിക്കും. സമൂഹം ഗുണപരമായി മാറുമ്പോൾ അതിൻ്റെ മാറ്റം ജെൻസി എന്നല്ല, ഇനി അങ്ങോട്ട് പോകുന്ന പുതുതലമുറയിൽ ഏത് തലമുറയ്ക്കാണെങ്കിലും ആ മാറ്റം ഗുണപരമായി ഉണ്ടാകും. ഈ കണ്ടൻറ് ക്രിയേഷനിൽ ഇത് ഈ ചരിത്രവും സംസ്കാരവും എങ്ങനെയാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ പൊതുവെ കാണുന്നത് ജോണി?
സാറിനറിയാം ഈ ചരിത്രമൊന്നും പഠിക്കാൻ പുതിയ തലമുറയ്ക്ക് അത്രയ്ക്ക് താല്പര്യമൊന്നുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തർക്കും ആവശ്യത്തിനനുസരിച്ച് ഇഷ്ടമുള്ളതുപോലെ അവർ വ്യാഖ്യാനിക്കുന്ന ചരിത്രം മാത്രമാണ് സോഷ്യൽ മീഡിയയിലൂടെ അവർക്ക് കിട്ടുന്നത്. അതാണ് ചരിത്രം എന്ന് അവർ വിചാരിക്കുകയാണ്. അതിനപ്പുറത്തൊരു ചരിത്രം പഠിക്കാനുള്ള താല്പര്യമൊന്നും അവരിൽ കാണുന്നില്ല. എന്ന് മാത്രമല്ല, ഈ പാരമ്പര്യം ചരിത്രം എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത്ര ദഹിക്കുന്ന കാര്യങ്ങളല്ല. ട്രെൻഡി ആയിട്ടുള്ള സംഗതിയെക്കുറിച്ചാണ് അവർക്ക് താല്പര്യം. നമ്മൾ പറയുക ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നതിൽ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ, എല്ലാം ഇൻസ്റ്റൻ്റായിട്ട് അവരുടെ അറ്റൻഷൻ സ്പാൻ അത്രയേ ഉള്ളൂ. ഇൻസ്റ്റൻ്റായിട്ട് കിട്ടേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ സംസ്കാരത്തിൻ്റെ പറയുമല്ലോ, സംസ്കാരത്തിൻ്റെത് കുറച്ചൊരു മാറ്റം വന്നത് എന്താണ്? സംസ്കാരം നേരത്തേക്ക് നമ്മൾ പറയുക, ഇപ്പോൾ ഡിപ്ലോമസിയെക്കുറിച്ച് ഇവിടെ പലരും പറഞ്ഞു, നമുക്ക് തോന്നുന്നൊന്നും ആയിരുന്നില്ല നമ്മൾ പറഞ്ഞിരുന്നത്. നമ്മൾ കൂടുതൽ ആരെയൊക്കെ പേടിച്ചിട്ട് അവർക്കിഷ്ടം പെട്ടില്ലെങ്കിലോ ഒന്ന് വിചാരിച്ച് ഒന്നുകിൽ പറയാതിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്നത് പോലെ നമ്മളുടെ എന്താണ് നമുക്ക് ശരിക്കും തോന്നുന്നതിനെ പോലും മാറ്റിവെച്ച് അവർക്ക് ഇഷ്ടപ്പെടുന്നത് പോലെ സംസാരിക്കാനായിട്ട് ശ്രമിക്കും. ഇപ്പോഴങ്ങനെയല്ല. അങ്ങനെ ഒരു ഡിപ്ലോമസിയുടെ ഒരാവശ്യം അവർക്ക് തോന്നുന്നില്ല. അവർ കൃത്യമായിട്ടുള്ള അവർക്ക് തോന്നുന്നത് എന്താണെന്ന് ചോദിക്കും. ജൻസിക്ക് ഒരു വാക്കുണ്ട്, ഡിലേലു എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ആളുമായിട്ട്, അതിപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറോ അല്ലെങ്കിൽ വിരാട് കോഹ്ലി ആകാം, അതിപ്പോൾ അവർ നമ്മളെ അറിയണമെന്നൊന്നുമില്ല. നമുക്കിഷ്ടമുള്ള ഒരാളുമായിട്ട് അതെ അതിൻ്റെ ഓയിക്കോട്ടെ. അപ്പം നമുക്കിഷ്ടമുള്ള ഒരാൾ ആയിട്ട് നമ്മൾ പ്രണയത്തിലാണെന്ന് നമ്മൾ സങ്കല്പിക്കുന്നു, അത്രയേ ഉള്ളൂ. അതിനൊരു വാക്കുണ്ട്. ഇപ്പം അതുപോലെ തന്നെ ഇട്ടിട്ട് പോകുന്ന ബ്രെഡ് പറയത്തില്ലേ, ക്രംബിങ് എന്ന് പറയും. എന്താണ് അതെന്ന് വെച്ചാൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും താല്പര്യം കുറയുമ്പോഴത്തേക്കും നമ്മൾ എന്നാൽ പൂർണ്ണമായിട്ടും വിട്ടു പോകുന്നുമില്ല, എന്നാൽ ഇടയ്ക്ക് ഉണ്ടെന്ന് ഭാവിക്കും. അങ്ങനെ ഒരു അപ്പക്കഷ്ണം എറിഞ്ഞു കൊടുക്കുന്നത് പോലെ അതിന് ബ്രെഡ് ക്രംബിങ് എന്ന് പറയും. ഇതൊക്കെ നമ്മുടെ കാലത്ത് ഇതൊക്കെ വാക്കുകളുടെ പ്രശ്നം മാത്രമാണ്. ലവ് ബോംബിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പീരീഡിൽ ഏതാണ്ട് ഞങ്ങളുടെ ആ പ്രായത്തിലുള്ള എല്ലാ ചെറുപ്പക്കാർക്കും പ്രേമിക്കാൻ അധികം പേരുണ്ടായിരുന്നില്ല. ഒരു ജയഭാരതിയൊക്കെ ഉണ്ടായിരുന്നത്. മിക്കവാറും പേര് ജയഭാരതിയുടെ കാമുകന്മാരും ഷീലയും കൂടി ഉണ്ടായിരുന്നത്. ഇപ്പോൾ സാറിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള AK ആൻ്റണി, ഉമ്മൻചാണ്ടിയും പോലെയുള്ള രാഷ്ട്രീയ നേതാക്കൾ അവരുടെ ഒരു ശരീരഭാഷയും അവരുടെ മൃദുശൈലിയും വെച്ചാണെങ്കിൽ ഈ പുതിയ തലമുറയിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവിന് വളർന്നു വരാനായിട്ട് കഴിയുമോ എന്ന് ആലോചിക്കുക. കാരണം അത് ഒരു കാര്യം പറയാനുള്ളത്, ഉമ്മൻചാണ്ടിയുടെയും AK ആൻ്റണിക്കും പകരം രാഹുൽ മാങ്കൂട്ടന്മാർ വരരുത് എന്നാണ് എൻ്റെ ഇപ്പോഴത്തെയും അഭിപ്രായം. ഇപ്പം ഞാൻ പറഞ്ഞത് ആ തരത്തിലൊരു ഭാഷയിൽ അത് മാറി പിന്നെ വേറൊരു ട്രെൻഡ് അതാണല്ലോ. ആ ട്രെൻഡ് എന്തായാലും വേണ്ട എന്ന് തന്നെ ഞാൻ പറയും. അതിപ്പോൾ ഇനി തന്ത വൈബായാലും കൊള്ളാം, തള്ള വൈബായാലും കൊള്ളാം, ഈ ഭാഷയ്ക്ക് എനിക്കും അറിയാം, ഞാൻ ഉണ്ടായിരിക്കുന്നതാണ്. അതെ. പിന്നെ അവർക്ക് ചോദ്യം ചെയ്യപ്പെടാനോ ചോദ്യം ചെയ്യപ്പെടുന്നതിലോ അതുപോലെ തന്നെ ചോദ്യം ചെയ്യുന്നതിലോ ഒരു പ്രശ്നവും പുതിയ തലമുറയ്ക്കില്ല. അപ്പോൾ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഷയാണ്. ആ സ്വാതന്ത്ര്യം അവർക്ക് ഉള്ളിൽ അവർ ഫീൽ ചെയ്യുന്നുണ്ട്, അവർ അതെടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് പറയുക, ഫിയർ എന്ന് പറയുന്നത്, ഫിയർ ഈസ് എ റിയാക്ഷൻ എന്ന് പറയും, കറേജ് ഈസ് എ ഡിസിഷൻ. അവരെ സംബന്ധിച്ചിടത്തോളം ആ ഡിസിഷനുണ്ട്. നമുക്കൊക്കെ ആ ഫിയർ എന്ന് പറയുന്ന റിയാക്ഷനാണ് എപ്പോഴും ഉണ്ടായിരുന്നത്. പ്രദീപ് എന്താ ഇതിനെക്കുറിച്ച് പറയുന്ന? കൃഷ്ണകുമാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ മനസ്സ് അധ്യാപകനായതുകൊണ്ട് മനസ്സിലായി എന്ന് പറയുന്നു. ഇപ്പോൾ മനസ്സിലാവുന്നൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവരുടെ മനസ്സിൽ ഇതെപ്പോൾ കഴിയും എന്നുള്ളതാണ്. ഈ പ്രസംഗം, പ്രഭാഷണം, എക്സ്പേർട്ട് ഒപ്പീനിയൻ, വിശകലനം, അനാലിസിസ്, ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്കറിയാം. അത് ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ്. എന്ന് പറഞ്ഞാൽ ഇവരൊന്നും പറഞ്ഞാൽ കേൾക്കാത്തവരാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഒരു ജനറേഷനെ കുറിച്ച് വേവലാതി വേണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് സംസ്കാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇൻഫർമേഷൻ പത്രത്തിലൂടെയും ന്യൂസ് ചാനലിലൂടെയും ആണെന്നുള്ള ആ മിത്ത് അങ്ങ് തകർന്നതേ ഉള്ളൂ. അവരുടെ ഫിംഗർ ടിപ്സിൽ ഇൻഫർമേഷനുണ്ട്, പക്ഷേ ഇത് സെലക്റ്റീവ്. ആവശ്യമുള്ളത് എടുക്കൂ. ഇപ്പോൾ നമ്മൾ പറഞ്ഞെല്ലാം പറഞ്ഞ് പഠിപ്പിച്ച് പറഞ്ഞ ഹർഷൻ്റെ മോൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരു കാര്യവുമില്ല, ആവശ്യമുള്ളൊരു ഭാഷ, ഒരു കാര്യവുമില്ല, 2 ഭാഷ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അവസാനം ചെയ്യാൻ പോണത് ഇതൊന്നും ആയിരിക്കില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഇവരെ നിർബന്ധിക്കാത്തിടത്തോളം കാലം ഒരു നല്ലൊരു ശതമാനത്തിന് സിലക്റ്റീവാണ് അവർ. അവർക്ക് ആവശ്യമുള്ളവരതെടുക്കുന്നു. അത് മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒന്നുകിൽ പീർ പ്രഷർ ഉണ്ടാകും, അല്ലെങ്കിൽ പീർ ഇൻഫ്ലുവൻസ് ഉണ്ടാവും, മറ്റുള്ളവരെ കണ്ട് പഠിക്കുന്ന ഒരു സംഗതി. അപ്പോൾ ഒരു പരിധിക്കപ്പുറം നിയന്ത്രിക്കാൻ ശ്രമിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് സെയിം ടൈം ഒരു പരിധിയോളം അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നിടത്തോളം ഇതിലൊരു
ആശങ്കയ്ക്ക് വകയില്ല. പ്രബുദ്ധരെന്നും പ്രഗത്ഭരെന്നും ആരാധ്യരെന്നും ഒക്കെ നാം കരുതുന്ന പലരെക്കാളുമൊക്കെ സംസ്കാര സമ്പന്നരാണവർ, മനുഷ്യത്വമുള്ളവരാണ് ഈ തലമുറ, നല്ല എമ്പതി ഉള്ളവരാണ്. ഇതിൽ ഒരു ഭാഗം ഈ ഭാഷ എന്നുള്ളത് നേരത്തെ സംസാരിച്ചു കഴിഞ്ഞു. ഇനി ചരിത്രവും സംസ്കാരവുമാണുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് വളരെ ചുരുക്കി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ഹർഷൻ്റെ നാട് പൂപ്പാറയാണ്, മൂന്നാർ. അപ്പോൾ നിങ്ങളിൽ പലരും മൂന്നാറിലേക്കൊക്കെ യാത്ര ചെയ്തിട്ടുള്ളവരാകും. അപ്പോൾ ഇത് പോകുമ്പോൾ ഈ വലിയ മലനിരകൾ, വലിയ എന്നുവെച്ചാൽ പാറക്കല്ലുകൾ, വലിയ കണ്ടു കഴിഞ്ഞാൽ പേടിയാവുന്ന രീതിയിലുള്ള കല്ലുകളുണ്ട്. ഇതിൻ്റെ താഴെ ഒഴുകുന്ന പുഴയിൽ ഈ കല്ല് വീണ് അത് രൂപപ്പെട്ട് വളരെ ഉരുളൻ കല്ലുകളായി വളരെ പോളിഷ്ഡായി അതിങ്ങനെ വീണ്ടും വീണ്ടും പുഴയൊഴുകി ഈ കല്ലുകൾ ഇങ്ങനെ തെളിഞ്ഞ്, അതായത് ഈ ഒരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു സംസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഈ പുഴയിൽ വീഴുന്ന കല്ല് പോലെയാണ് സംസ്കാരം. അത് കാലത്തിനനുസരിച്ച് ഒഴുകി മാറ്റം വന്നുകൊണ്ടിരിക്കും. ഇപ്പം അത് ഒരുപക്ഷെ ദീർഘനാളെടുക്കുമായിരിക്കും. നമ്മളിപ്പോൾ കാണുന്ന പല രീതികളോ ആചാരങ്ങളോ രീതികളോ നമ്മൾ ചെയ്യുന്ന രീതികൾ പലതും കാലത്തിൻ്റെ മാറ്റമനുസരിച്ച് അത് രൂപപ്പെട്ട മാറ്റം വന്നുകൊണ്ടിരിക്കും. പക്ഷേ ചരിത്രത്തെ അങ്ങനെയല്ല കാണേണ്ടത്. അത് ഇതിൻ്റെ അവിടെ നിൽക്കുന്ന വലിയ പാറക്കെട്ടുകൾ, അത് യുഗങ്ങൾ കഴിഞ്ഞിട്ടും എത്ര വെയിലേറ്റിട്ടും എത്ര മഴയേറ്റിട്ടും ഒരു മാറ്റവുമില്ലാതെ നിൽക്കുന്ന വലിയ പാറക്കെട്ടുകൾ, കൂറ്റൻ പാറക്കെട്ടുകളെ പോലെ ആവണം ചരിത്രം. നിങ്ങൾ ഇനി ഭാഷ എത്ര മാറിയാലും സംസ്കാരം എത്ര മാറിയാലും ചരിത്ര വസ്തുതകളെയും ചരിത്ര സത്യങ്ങളെയും അത് അങ്ങനെ തന്നെ കാണണം എന്നുള്ളതാണ് പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ളത്. അതിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ വെടിവെച്ച് കൊന്ന ഗോഡ്സെ, ഈ ഞാനൊക്കെ പഠിച്ചു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ അറിഞ്ഞു തുടങ്ങുന്ന കാലം മുതൽ ഞങ്ങളിതാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷേ എൻ്റെ ജീവിതകാലത്ത് തന്നെ ഈ ഗാന്ധിജിയും ഗോഡ്സെയും തമ്മിലുള്ള അകലം കുറഞ്ഞു വരികയും ഗോഡ്സെയെ മറ്റൊരു രീതിയിൽ കാണുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യുന്നത് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ പല രീതിയിൽ ചരിത്രത്തിലേക്ക് വെള്ളം ചേർക്കപ്പെടുന്നു, ചരിത്രം മാറ്റി എഴുതപ്പെടുന്നു, ചരിത്രം പുതിയ വ്യാഖ്യാനങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ പുതിയ വിവരങ്ങൾ വരുമ്പോൾ ചരിത്രം മാറ്റി എഴുതേണ്ടതാണ് എന്ന് വാദിക്കുന്നവരുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായ സത്യങ്ങളിൽ നിന്നും മാറേണ്ടതുണ്ടോ എന്നുള്ളത് മാറാൻ പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ പുഴയിൽ വീണ ഉരുളൻകല്ലുകൾ പോലെ സംസ്കാരം മാറി വരും. പക്ഷേ ചരിത്രം, സത്യം എന്ന് പറയുന്നത് പാറക്കെട്ടുകൾ പോലെ ഉറച്ച് അതങ്ങനെ തന്നെ നിൽക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ചരിത്രം ഇങ്ങനെ തന്നെ നിന്നിട്ട് നമ്മൾ അതിനെ ഇങ്ങനെ പേടിയോടുകൂടി കാണേണ്ട വല്ല ആവശ്യമുണ്ടോ? ഏത് ജൻസിയിലായാലും അത് ഓരോ കാലഘട്ടം ചെല്ലുമ്പോഴും അത് നന്നായി വരിക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ജാതിയുടെ പേരിൽ ഈ പുതിയ പിള്ളേർ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ജാതി മത പേരുകൾ പോലും വെച്ച് ഇന്ന ജാതിയിൽപ്പെട്ടത് ഇന്ന മതത്തിൽപ്പെട്ടതെന്ന് ചെയ്യാൻ പറ്റില്ല. മതത്തിൻ്റെ പേരിൽ അവർ കണ്ടിട്ടില്ല. ഏറ്റവും കൂടുതൽ മിശ്ര വിവാഹങ്ങൾ നടക്കുന്നൊരു സംസ്ഥാനമാണ് കേരളം. നമ്മൾ പിന്നോട്ടടിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെയൊക്കെ അതിജീവിക്കുന്ന ഒരു വലിയ, അതുപോലെ തന്നെ ജെൻഡർ ഇക്വാളിറ്റി. നേരത്തെ പെൺകുട്ടികൾക്ക് കേരളത്തിൽ അത് തുറന്നങ്ങ് പറയാം. എൻ്റെ മോള് കാനഡയിലാണ്, അവൾ പറഞ്ഞത് സ്വാതന്ത്ര്യമില്ല. അപ്പോൾ ഇവിടെ 6 മണി കഴിയുമ്പോൾ വന്നില്ലെങ്കിൽ അമ്മ വിളിക്കും, മോളെ എവിടെയാണ്, ചേട്ടനുണ്ട്, ചേട്ടൻ വന്നില്ലെങ്കിൽ കുഴപ്പമില്ല. ഇത് ഇപ്പോഴും ഇതാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികൾ ചെന്നില്ലെങ്കിൽ മാതാപിതാക്കൾക്ക് അതിന് ചില കാരണങ്ങളുണ്ടാവാം. ഈ ഡ്രഗ് അഡിക്സുകളുടെയും ലഹരികളുടെയൊക്കെ ഒരു വലിയതായിട്ടുള്ളത് നടക്കുന്നുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ജെൻഡർ ഇക്വാളിറ്റിയുടെ കാര്യത്തിൽ കേരളത്തിൽ വലിയൊരു പോസിറ്റീവ് ചേഞ്ച് നടക്കുന്നുണ്ട്. കാരണം പെൺകുട്ടികൾക്ക് വളരെ നല്ല രീതിയിൽ പുറത്തേക്ക് വരാൻ പറ്റുന്നുണ്ട്. എഡ്യൂക്കേഷൻ്റെ രംഗത്ത്, മറ്റ് ഇന്നോവേഷൻസിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് ജെൻഡർ ഇക്വാളിറ്റി പല കാര്യങ്ങളും വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ പോസിറ്റീവ്ലി ഒരു വലിയ മാറ്റമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജെൻസി എന്നുള്ളതിനെ ഒരു അപകടമായിട്ട് കാണേണ്ട കാര്യമില്ല. ജെൻസി വെരി പോസിറ്റീവ് ചേഞ്ചാണ്. അടുത്ത് വരുന്ന ആൽഫ ആയാലും ഇനി അതിനുശേഷമുള്ള തലമുറകളായാലും നമ്മളങ്ങനെ പേടിക്കേണ്ട, കാരണം നമ്മൾ എത്രയോ കാലഘട്ടങ്ങളിലൂടെ കടന്നു വന്നതാണ്. ലെറ്റ്സ് ബി പോസിറ്റീവ്. ഇത് ഈ കയ്യൂക്കിൻ്റെ ഒരു സ്വാധീനം എത്രയാണ്? ഇപ്പോൾ അത് അങ്ങനെ ഒരു സ്വാധീനം വരുന്ന സമയത്ത് അതിനെ ചെറുത്ത് നിൽക്കാൻ വേണ്ടി ചരിത്രത്തെ ആശ്രയിക്കണം എന്ന് രാജീവ് പറയുന്നു. ഈ കയ്യൂക്കിൻ്റെ സ്വാധീനം എത്രയാണ് നമ്മുടെ ഇതിൽ വരുന്നത്? യുദ്ധങ്ങളെക്കുറിച്ചും ഇപ്പോഴുള്ള കടന്നുകയറ്റങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള ഒരു പേഴ്സ്പെക്റ്റീവ് ഉണ്ടാക്കുന്നതിൽ വലിയ പങ്ക് ഈ പുതിയ സോഷ്യൽ മീഡിയ നവമാധ്യമങ്ങൾ വരുത്തുന്നുണ്ട്. അതാണൊരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ വയലൻസ് പൊതുവെ ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല. പുതിയ തലമുറ, ഈ പറയുന്ന ജെൻസി വയലൻസിനോട് വലിയ താല്പര്യമുള്ളവരല്ല.
വയലൻസിലൂടെ അല്ല കാര്യങ്ങൾ നടക്കേണ്ടതെന്നുള്ള തോന്നൽ അവർക്ക് ഒരാൾക്കും ഏതെങ്കിലും ഒരു രാജ്യത്ത് മാത്രമല്ല. ഇപ്പോൾ ലോകം മുഴുവൻ ജൻസിക്ക് ഒരു സിമ്പലുണ്ട്, ഒരു കൊടിയടയാളമുണ്ട് എല്ലാ അവരുടെ പ്രക്ഷോഭങ്ങളിൽ. അപ്പോൾ ആ രീതിയിൽ അവരെല്ലാവരും പരസ്പരം മനസ്സിലാക്കട്ടെ. അപ്പോൾ വയലൻസ് ഒക്കെ നടക്കുന്നുണ്ടാവും, പക്ഷേ ഇതിനേക്കാൾ വലിയ വയലൻസ് ആയിരുന്നു മുമ്പ് നടന്നുകൊണ്ടിരുന്നത് എന്നുള്ള പ്രശ്നമുണ്ട്. അതുണ്ട്, ബംഗ്ലാദേശിലുണ്ട്. ബംഗ്ലാദേശിൽ അതെന്താണെന്നറിയാമോ, അതിനകത്ത് ജെൻസി മാത്രമല്ല യഥാർത്ഥത്തിൽ ആ കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളത്, അത് വേറെ ഫാക്ടേഴ്സ് കൂടിയുണ്ട് ഇപ്പോൾ ബംഗ്ലാദേശിലേക്ക് വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ശരിക്കും അവർ പൊതുവേ ഈ അതായത് ഒരു ചരിത്രത്തെയും കാലത്തെയൊക്കെ അവർ നോക്കിക്കാണുന്നത് യാഥാർത്ഥ്യബോധത്തോടെ തന്നെയാണ്. അതായത് തെറ്റായ ഒരു ചരിത്രത്തെ പഠിക്കാൻ അതായത് കൃത്യമായി സോഷ്യൽ മീഡിയയിലും ഒക്കെ പോകുന്ന ആളുകൾ പലപ്പോഴും സോഷ്യൽ മീഡിയ ഇങ്ങനെ ആളുകളെ ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ടും അവരെ ചില ബബിളുകളിൽ കൊണ്ടുവന്നിടുന്നതുകൊണ്ടും ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും ലോകത്തെല്ലാ സ്ഥലത്തു നിന്നുള്ള വിവരങ്ങൾ കണ്ടെടുക്കാൻ ഇവർക്കൊക്കെ പറ്റുന്നുണ്ടാവും. അവർക്കൊക്കെ അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ അവർക്കത് പറ്റുന്നു. അത് കുറേ കൂടി ജെൻ ആൽഫയ്ക്ക് കുറേ കൂടി പറ്റുന്നുണ്ട്, ജെൻ സിയേക്കാൾ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. വേറൊന്നുമല്ല, ഈ മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ മലയാളം ടെലിവിഷനിൽ ജോലി ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ച് ജെൻ സി വളരെ എന്താണ് എനിക്ക് ഗുണമുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവരുടെ ഭാഷ മാറി. ഏത് നമ്മൾ ടെലിവിഷനിൽ എഴുതി കാണിക്കുന്ന ഭാഷയല്ല അവരുടെ ഭാഷ എന്നുള്ളത് കൊണ്ട് തന്നെ പണ്ടൊക്കെ ടെലിവിഷന് തന്നെ ഇവർ നൽകിയിരിക്കുന്ന വലിയൊരു സംഭാവന, ജെൻസി നൽകിയിരിക്കുന്ന സംഭാവന, ടെലിവിഷൻ്റെ ഭാഷയെ, ടെലിവിഷനിൽ എഴുതി കാണിക്കുന്ന ഭാഷയെ തെറ്റ് കുറഞ്ഞ ഭാഷയാക്കി മാറ്റിയത് ജെൻസിയാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മിക്കവാറും പേർക്ക് മലയാളം അറിയില്ല. അപ്പോൾ അതുകൊണ്ട് മലയാളം അറിയാത്തത് കൊണ്ട് പണ്ടൊക്കെ എന്താണ് കിട്ടുന്നത് അപ്പം തന്നെ വാരി വെച്ച് അടിക്കുക എന്നുള്ളതാണ്. ഇപ്പം അങ്ങനത്തെ ഒരു തിടുക്കം കാണിച്ചാൽ അത് മുഴുവൻ പൊട്ടത്തെറ്റായിരിക്കും പോകുന്നത് എന്നുള്ളത് കൊണ്ട് അതങ്ങനെ പോകരുത് എന്നുള്ള നിർദ്ദേശം. മാത്രമല്ല, തിടുക്കപ്പെട്ടടിക്കണം, നമ്മൾ കുറച്ച് പതുക്കെ കൊടുത്താലും തെറ്റില്ലാതെ നിങ്ങൾ കൊടുക്കണം എന്നാണ് നമ്മൾ അവരോട് എല്ലാവരോടും പറയുക. വേറൊരു കാര്യം കൂടിയുണ്ട്, ഇതേതാണ്ട് അവസാന കാലത്തേക്കാണ് ഇപ്പോൾ ഓർമ്മയ്ക്ക് വേണ്ടി പത്രം വരുത്തുന്ന ആളാണ് പ്രദീപ് പിള്ള. അതുപോലെ ഓർമ്മയ്ക്ക് വേണ്ടി ടെലിവിഷൻ ഇരിക്കുകയാണ് പല വീടുകളിലും. പലപ്പോഴും അതിലേക്ക് കൂടുതൽ അങ്ങനെ കാണുന്നില്ല. മിക്കവാറും ടെലിവിഷനുകളെല്ലാം സോഷ്യൽ മീഡിയയ്ക്കുള്ള കണ്ടൻറ് ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ടെലിവിഷനിൽ ആ നിലയ്ക്ക് മലയാളം അറിയാവുന്ന ആളുകൾ ചുരുങ്ങിയതുകൊണ്ട് ഞങ്ങളുടെ ഒന്നും ജോലി പെട്ടെന്ന് പോവില്ല. അതുകൊണ്ടൊക്കെയാണ് ഈ ജോണി സാറിനൊക്കെ ഇനി എത്ര കാലം വേണമെങ്കിലും തുടരാൻ പറ്റുന്നത് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. ചർച്ച അവസാന ഘട്ടത്തിലാണ്, അല്ലെങ്കിൽ അവസാനിക്കാൻ പോവുകയാണ്. എന്തായാലും ഒരൊറ്റ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഞാനത് അവസാനിപ്പിക്കാം. ജെയിംസിന്റെ ഒരു നേട്ടം കൂടി പറഞ്ഞിട്ടുണ്ട്, 3 പേരെ ഉറക്കുന്നത് ഞാൻ കണ്ടത്. അല്ല, ജെൻസിയുടെ ഒരു പ്രത്യേകത തികഞ്ഞ സ്വാതന്ത്ര്യബോധവും സൃഷ്ടിപരതയും സമാസമം ചാലിച്ചെടുത്തൊരു തലമുറയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ കാഴ്ചപ്പാടുകളുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങളുണ്ട്. അത് പറയേണ്ട സ്ഥലത്ത് പറയും. ഈ മില്ലേനിയൽസ് എന്ന് പറയുന്ന 1980 ശേഷം ജനിച്ച വിഭാഗത്തിൻ്റെ ഞാൻ ഉൾപ്പെടെയുള്ള വിഭാഗത്തിൻ്റെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറയുന്നത് ഇടപെടേണ്ട പല വിഷയങ്ങളിലും ഇടപെടാതെ വളരെ നിഷ്ക്രിയരായി ഇങ്ങനെ നടന്നു പോകുന്ന അല്ലെങ്കിൽ കഴിഞ്ഞു പോകുന്ന ഒരു പ്രവണതയിൽ നിന്ന് ഇടപെടേണ്ട വിഷയങ്ങളിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ട് അവിടെ തങ്ങളുടെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് അതിൻ്റെ കോൺസിക്വൻസുകളെ ഭയക്കാതെ നിലപാടെടുക്കുന്ന ജെൻസികളെ എനിക്ക് അക്കാര്യത്തിൽ വലിയ ബഹുമാനമാണ്. അതിനകത്ത് നമ്മൾ നിർഭയ കേസ് കണ്ടു. അവിടെ ആ നിർഭയ കേസിൻ്റെ ഹാഷ്ടാഗ് മുതൽ ആദ്യത്തെ ശക്തമായ പ്രതിഷേധം, സർക്കാരിനെ പിടിച്ചുലച്ച പ്രതിഷേധം വന്നത് ജെൻസികളുടെ ഭാഗത്ത് നിന്നായിരുന്നു ആദ്യം. അതിനുശേഷം ഈ നേപ്പാളിലെ സംഭവം പറഞ്ഞു. അതുപോലെ തന്നെ അത്തരം ശക്തമായ പ്രതിഷേധങ്ങൾക്കൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വന്നൊരു വാർത്ത നിങ്ങൾ വായിച്ചു കാണും, കോഴിക്കോട് നിന്ന് വന്ന വാർത്ത. അവിടെ ഈ കുട്ടികളെ സംരക്ഷിക്കുന്ന അനാഥാലയം എന്ന് പറയുന്ന വാക്യം ഉപയോഗിക്കുന്നില്ല, കുട്ടികളെ സംരക്ഷിക്കുന്ന കേന്ദ്രങ്ങൾ അത് ഈ ജെൻസികൾ നടത്തുന്നുണ്ട്. അപ്പോൾ അത്തരം പല കേന്ദ്രങ്ങളും പലയിടങ്ങളിലും നടക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മുടെ ആശ്രമത്തിൻ്റെ കീഴിൽ നടക്കുന്നതിന് സമാനമായൊരു കാര്യം, അത് സമാനമായ കാര്യമെന്ന് പറയാൻ കാര്യം ഈ ജെൻസികൾ ഒരു തിരിച്ചറിവ് അവർക്കുണ്ടായത് എല്ലായിടത്തും ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടി കേന്ദ്രങ്ങളുണ്ട്, അവിടെ ഭക്ഷണം, വസ്ത്രം, മറ്റെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു അമ്മയുടെ സാമീപ്യം, അമ്മയുടെ സാന്ത്വനം ആ കുട്ടികൾക്ക് കിട്ടാതെ പോകുന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാകും എന്ന് ഈ ജെൻസികൾ കൃത്യമായി തിരിച്ചറിയുന്നു. അങ്ങനെ ഈ അമ്മ മനസ്സുള്ളവരെ കുട്ടികളെ പരിപാലിക്കാൻ വേണ്ടി അവിടെ നിയോഗിക്കുന്ന തലത്തിലേക്ക് അവരുടെ ഒരു മാനസിക വ്യാപാരവും എത്തുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഈ സംസ്കാരത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ സ്നേഹം, കരുണ, മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ വേദനിക്കുന്ന മനസ്സ്, ഇതൊക്കെയുള്ള ജെൻസികൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് വേറൊരു കാര്യം കൂടി നമ്മൾ കാണാതെ പോകരുത്. നിങ്ങളെ വഴിതെറ്റിക്കാൻ മുൻകാലങ്ങളിൽ ഏത് ന്യൂ ജനറേഷനും ഉള്ളതുപോലെ ഈ മദ്യം, മയക്കുമരുന്ന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വലിയ മാഫിയകളൊക്കെ ഉണ്ടാകും.
അതിനെ തിരിച്ചറിയാനുള്ള ഒരു മനസ്സ് നിങ്ങളിലേക്ക് ഉണ്ടാകണം. അതിൽ നിങ്ങൾക്ക് ശക്തമായ പിൻബലമായിട്ട് നിൽക്കേണ്ടത് നിങ്ങളുടെ രക്ഷകർത്താക്കളാണ്. അവിടെ ഈ ഭാഷയുടെ ഒളിച്ചുകളികളൊക്കെ മാറ്റിവെച്ച് അച്ഛനമ്മമാരോട് കൃത്യമായി ഒരു ആശയവിനിമയം നടത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ജെൻസിയല്ല ഇനി വരാൻ പോകുന്ന തലമുറകളാണെങ്കിലും അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഈ തലമുറകൾ തമ്മിലുള്ള ഗ്യാപ്പ്, വിടവ് അവസാനിക്കും. ആ രീതിയിൽ കാര്യങ്ങൾ ശുഭകരമായി മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുന്നു. ഒരൊറ്റ കാര്യം, ഒരു അപേക്ഷയാണ്. അത് നിങ്ങൾ ഈ വേദി ശ്രദ്ധിച്ച് കാണും. വളരെ അപൂർവമായി മാത്രം കാണുന്ന ഒരു വേദിയാണ്. കാരണം ഈ മാധ്യമ മേഖലയിൽ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഈ ആൾക്കാരെ, പ്രത്യേകിച്ചും ന്യൂസ് ചാനലുകളുടെ തലപ്പത്തിരിക്കുന്നവരെ ഒരേ വേദിയിലേക്ക് കൊണ്ടുവരിക അത്ര എളുപ്പമല്ല. കാരണം അവർ തമ്മിലുള്ള സ്ഥാപനങ്ങൾ തമ്മിലുള്ള മത്സരം, റേറ്റിങ്ങിൻ്റെ മത്സരമൊക്കെ വളരെ വലുതാണ്. അവർ തമ്മിലുള്ള അന്തർധാര എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒരു സ്ഥാപനത്തിലെ ഒരാൾക്ക് ഒരു പുരസ്കാരം കിട്ടിയാൽ മറ്റു സ്ഥാപനത്തിൽ അത് അനൗൺസ് ചെയ്യാത്ത തരത്തിലേക്ക് ആ ഒരു മത്സരം വളരെ ശക്തമാണ്. അപ്പോൾ ഞാൻ പറയാൻ വന്ന പോയിന്റ് ഇതാണ്. ഈ നമ്മുടെ സമൂഹത്തെ നിയന്ത്രിക്കുന്ന വാർത്താ ചാനലുകളുടെ തലപ്പത്തിരിക്കുന്ന ഈ വ്യക്തിത്വങ്ങളെ, അതിൻ്റെ മേധാവികളെ ഒരു കുടക്കീഴിൽ, ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ അമൃത വിശ്വവിദ്യാപീഠം നടത്തിയ ഈ ശ്രമത്തെ ഞാൻ ആദ്യം ശ്ലാഘിക്കുന്നു. ഇവിടെ ഇരിക്കുന്നവരോടുള്ള എനിക്ക് അപേക്ഷ, ഈ രീതിയിൽ ഒരു ഒത്തുചേരൽ വരാനും ഈ രീതിയിൽ ആശയങ്ങൾ പരസ്പരം പങ്കുവയ്ക്കാനും നിങ്ങളിലേക്ക് അത് കൈമാറാനുമൊക്കെ ഒരു വേദി ഈ നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് തന്നെ അതുണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ നല്ലത്. അങ്ങനെ ഒരു സാഹചര്യം കൂടി സൃഷ്ടിക്കപ്പെടണം. അതിന് ഇവിടെയുള്ളവരെല്ലാം ഇന്ന് ഈ കാണിച്ച ആ നല്ല മനസ്സ് മറ്റ് ഇനിയുള്ള ചർച്ചകൾ കൂടി ഉണ്ടാകണമെന്നൊരു വ്യക്തിപരമായ അപേക്ഷ കൂടി പങ്കുവെച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ സംവാദം ഇവിടെ സമ്പൂർണ്ണമായിരിക്കുന്നു. Man has been created from dust by God and elevated him to heaven. But man himself has been driven from heaven to dust. അങ്ങനെ പോകാതിരിക്കാനുള്ള ഒരു മുന്നൊരുക്കവും കൂടി നിങ്ങൾ എടുക്കണം. അതിനുകൂടി വേണ്ടിയാണ് ഈ ചർച്ച എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പര്യവസാനിച്ചതായിട്ടും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഒരു പക്ഷേ ഇവരൊക്കെ പങ്കെടുത്തിട്ടുള്ള ചർച്ചകളിൽ തന്തയ്ക്ക് വിളിയില്ലാതെ അവസാനിച്ച ഒരു ചർച്ചയും ഇത് തന്നെ ആയിരിക്കും എന്ന് ഞങ്ങൾ